ഒരു മഴ നനഞ്ഞ് നമുക്കൊരു യാത്ര പോകാം കൊട്ടിയൂരപ്പൻ്റെ സന്നിധിയിലേക്ക്. അവിടെ എത്തി ആചാരപ്രകാരം നമുക്ക് ദർശനം നടത്താം. അക്കരെ കൊട്ടിയൂരെന്നും ഇക്കരെ കൊട്ടിയൂരെന്നും രണ്ട് ക്ഷേത്രങ്ങൾ. വാവലിപ്പുഴ കടന്നെത്തുന്നത് അക്കരെ കൊട്ടിയൂർ. അക്കരെ കൊട്ടിയൂർ ദർശന സമയത്ത് ഇക്കരെ കൊട്ടിയൂർ ദർശനമുണ്ടായിരിക്കുന്നതല്ല. പ്രകൃതി ഭംഗി അലിഞ്ഞു ചേർന്ന കാടിന് നടുവിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തുന്നതേ ഒരു മഹാപുണ്യം. ബാവലിപ്പുഴ നിറഞ്ഞ മണിത്തറയിലെത്തുന്ന വെള്ളത്തിലൂടെ മാത്രം നടന്ന് സ്വയംഭൂവായ ഭഗവാനെ ദർശനം നടത്താൻ കഴിയുന്ന അതിലും പുണ്യം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങൾ ഇന്നും അവിടെ മുറതെറ്റാതെ നടക്കുന്നു. ഓടപ്പൂ പ്രസാദം പോലെ ലഭിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം. പ്രകൃതി പോലും ശൈവപഞ്ചാക്ഷരി ജപിക്കുന്ന ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരു വലം വയ്ക്കുന്നത് അതിനും പുണ്യമാണ്. ഇത്തരം യാത്രകൾ മനുഷ്യനെ പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുന്നു. അവൻ്റെ ആത്മസാക്ഷാത്കാരത്തെ ഉണർത്തുന്നു. മഴ നനയാതെ നമുക്കിവിടെ ദർശനം നടത്താനായി. ഇതെൻ്റെ രണ്ടാം വരവാണ്. ഈ വരവിൽ മുൻവർഷത്തേക്കാളും തിരക്ക് കൂടിയിട്ടുണ്ട്. ഇവിടെ ദർശന പുണ്യം തേടിയെത്തുന്ന 10,000ങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു മന്ത്രം: ഓം നമഃ ശിവായ.